ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ദശാമി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ഹെയർ പാക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എൻ്റെ ഹെയർ കട്ട് ചെയ്തു. ഒരു ഏപ്രിലാണ് എൻ്റെ ഹെയർ കട്ട് ചെയ്തത്. ഹെയർ കട്ട് ചെയ്ത വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഹെയർ കട്ട് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ എൻ്റെ മുടിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയർ പാക്കുകൾ. അപ്പോൾ ഒരാഴ്ചത്തെ ഹെയർ പാക്കുകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ചലഞ്ച് 1-ത്തെ ഹെയർ പാക്കാണ്. ആദ്യം തന്നെ ഹെയർ ഒന്ന് ജടകളും കെട്ടുകളും ഉണ്ടെങ്കിൽ അതൊന്ന് തീർക്കുക. മുടിയിൽ വല്ല കെട്ടോ ചേട്ടിയോ എല്ലാതും ഹെയർ പാക്ക് ഇടണേക്ക് മുന്നേ ആദ്യം നമ്മുടെ ഹെയറിൽ താരനുണ്ടോ നോക്കുക. താരനുണ്ടെങ്കിൽ ആദ്യം കളയേണ്ടതാണ് താരൻ കളയാൻ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ആര്യവേപ്പിലയാണ്. ആര്യവേപ്പില ആഴ്ചയിൽ 3 ദിവസം തലയിൽ അരച്ച് തേക്കുന്നത് നല്ലതാണ്. ചിലവർക്ക് അരച്ച് തേക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ ആര്യവേപ്പില തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം തണുത്തിട്ട് കുളിക്കുന്നതാവും നല്ലത്. അല്ലെങ്കിൽ താരം പോകാനുള്ള ഏറ്റവും നല്ലൊരു മരുന്നാണ് ആര്യവേപ്പില. ആഴ്ചയിൽ 3 ദിവസം അടുപ്പിച്ച് അരച്ച് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ താരൻ ഒട്ടുമിക്ക 100% നമ്മുടെ താരൻ തലയിൽ പോകും. അപ്പോൾ ആദ്യം നമ്മുടെ ഹെയറിൽ താരനുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് താരൻ മുഴുവനായിട്ട് കളഞ്ഞതിന് മാത്രമാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, ഹെയർ പാക്ക്. ആദ്യം നമ്മുടെ തലയിൽ താരൻ കളയുക, എന്നിട്ടാണ് ഈ ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ എൻ്റെ തലയിലൊന്നും താരനില്ല. അപ്പോൾ ഒരാഴ്ചത്തെ ഹെയർ പാക്കാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡേ 1-ത്തെ ഹെയർ പാക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ഹെയറിൽ വല്ല കെട്ടോ ചെടി ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ കളഞ്ഞിട്ട് വേണം. കോമ്പ് ചെയ്യുമ്പോൾ അടുപ്പിച്ചുള്ള കോമ്പ് എടുക്കാണ്ട് ഗ്യാപ്പുള്ള കോമ്പ് എടുത്തിട്ട് വേണം നമ്മുടെ മുടി ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് ചെടിയൊക്കെ തീർത്തിട്ട് വേണം നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. എൻ്റെ മുടിയിലത്തെ കെട്ടും ചെടിയൊക്കെ ഞാൻ തീർത്തു. ഇനി നമുക്ക് ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്, എൻ്റെ മുടിയിൽ താരനില്ല, താരനുള്ളവരാണെങ്കിൽ ആദ്യം താരൻ കംപ്ലീറ്റ് കളഞ്ഞിട്ടാണ് ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. താരന് നല്ലൊരു ഇതാണ് ആര്യവേപ്പില അരച്ച് തേക്കുക. ആര്യവേപ്പില പറ്റാത്തവർക്ക് ആര്യവേപ്പില തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം തണുത്തിട്ട് ആ വെള്ളം കൊണ്ട് തല കുളിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം എൻ്റെ മുടിയിൽ ഒട്ടും കെട്ടോ ചെടിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് കാച്ചി വെളിച്ചെണ്ണ കേട്ടോ. ചെമ്പരത്തി, തുളസി, കറ്റാർവാഴ, ഉലുവ, കുറച്ച് നെല്ലിക്ക ഇതൊക്കെ ഇട്ടിട്ട് കാച്ചിയ വെളിച്ചെണ്ണയാണ്. ആദ്യം നമുക്കത് ഹെയറിൽ അപ്ലൈ ചെയ്യണം. എനിക്ക് അത്യാവശ്യം ഹെയറുള്ള കുട്ടിയായിരുന്നു കേട്ടോ. ഹെയർ പോയതാണ്. എല്ലായിടത്തും ഈ എണ്ണ അപ്ലൈ ചെയ്യട്ടോ, നല്ല മണം. ഹെയർ പാക്കിൽ ആകെ 2 ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത് ഞാൻ. ഒന്ന് ഉലുവ. തലേ ദിവസം ഞാൻ ഉലുവ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് നമ്മുടെ ചെമ്പരത്തി എടുക്കുമ്പോൾ 5 ഇതിലുള്ള ചെമ്പരത്തി എടുക്കണേ. സാധാ ചെമ്പരത്തി ഒന്ന് എടുക്കാൻ നോക്കണം. ഇത് പിന്നെ ഉലുവയും ചെമ്പരത്തിയും നമുക്കിത് അരച്ചിട്ട് വരാം. നമ്മുടെ പാക്ക് ഇതുപോലെ അടിച്ചെടുത്തുട്ടാ, കണ്ട. ഇത് ചെമ്പരത്തിയും നമ്മുടെ ഉലുവയാണ് കേട്ടോ. അത് ഇതുപോലെ
അരച്ചെടുത്തു. ഇത് വേണമെങ്കിൽ തുണിയിൽ അരിച്ചിട്ടാണെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും അപ്ലൈ ചെയ്യാം കേട്ടോ. എനിക്ക് എളുപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ്, അതാണ് ഞാനിങ്ങനെ തേക്കുന്നത്. അല്ലെങ്കിൽ തുണിയിൽ അരിച്ചിട്ടും അതിൻ്റെ നീരെടുത്തിട്ടും തേക്കാം. ഇതിപ്പോൾ അങ്ങനെ അരച്ചിട്ടാണ് ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. മുടിയിൽ അപ്ലൈ ചെയ്യാം. ഓരോ ലെയർ എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഓരോ ലെയർ എടുത്തിട്ട് സ്കാൽപ്പിൽ കേട്ടോ, മുടിയിലല്ല സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ഓരോ ലെയർ എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ബാക്കി വന്ന പാക്ക് ഞാൻ മുടിയിലും അപ്ലൈ ചെയ്തിട്ട് കളയണ്ടെന്ന് വെച്ചിട്ട് മുടിയിലും അപ്ലൈ ചെയ്തു. ഇതൊരു അരമണിക്കൂർ ഞാൻ വെക്കും കേട്ടോ. അരമണിക്കൂർ ചിലവർക്ക് ഈ തണുപ്പൊന്നും പറ്റാത്തവർ തലയിൽ 15 മിനിറ്റൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഞാനിതിപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന കാരണം ഞാൻ അരമണിക്കൂർ എൻ്റെ ഹെയർ പാക്ക് ഞാൻ തലയിൽ വയ്ക്കും. എന്നിട്ട് ഞാൻ വാഷ് ചെയ്ത് കളയുള്ളൂ. ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് വെക്കണം. വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയുക. ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഹെയർ വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി, ഷാമ്പു ഒന്നും യൂസ് ചെയ്യണ്ട. ഇത് അരമണിക്കൂർ വെച്ചിട്ട് വാഷ് ചെയ്യാം കേട്ടോ. ഇപ്പം എല്ലായിടത്തും സ്കാൽപ്പിലും എല്ലായിടത്തും അതിൻ്റെ നിങ്ങളിങ്ങനെ പാക്ക് ബാക്കി വരാണെങ്കിൽ ഹെയറിലും അപ്ലൈ ചെയ്ത് കേട്ടോ. നമുക്ക് മെയിനായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. അരമണിക്കൂർ വെച്ചിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് ഇനി കാണാം. മുടി ഉണങ്ങിയിട്ടാ, നല്ല തിക്കുള്ള മുടി കണ്ട, കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. നല്ല തിക്കുള്ള മുടിയായിട്ടാ. ഈ പാക്ക് എല്ലാവരും ട്രൈ ചെയ്യണം, ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.